إن الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في ملك. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد إن أصدق الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون. أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ എപ്പോഴും ശ്രമം നടത്തണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. മനുഷ്യന്മാർ തമ്മിൽ പല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനായിട്ട് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ജീവിച്ച ഒരു കാലവുമായി ബന്ധിച്ചാൽ അന്നത്തെ ഒരു രീതിയിലുള്ള ബന്ധങ്ങളല്ല ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളും നമ്മൾ ചെറുപ്പകാലം മുതൽ LKG മുതൽ പഠിച്ച കാലത്ത് മുതലുള്ള ആളുകൾ വരെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് കൂടിച്ചേരുന്ന ഒരു കാലമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാം ഇന്ന് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നാം എല്ലാവരും മുഅ്മിനുകളാണ് എന്നതാണ് അതിൻ്റെ കാരണം. ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടെല്ലാം ആളുകൾ കൂടിച്ചേരുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായ
മുഅ്മിനാണ്, ഞങ്ങളെല്ലാവരും മുഅ്മിനുകളാണ്, ഈ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ അവകാശം സ്ഥാപിച്ചവരാണ് നമ്മൾ. അതായത് നേർക്ക് നേരെ പറഞ്ഞാൽ മുഅ്മിനുകളാണ് ഞാനും എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളുമായിട്ടുള്ള ഓരോരുത്തരും. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ മുഅ്മിനാണെന്ന് അവകാശപ്പെടുമ്പോൾ ആ അവകാശത്തിൽ എത്രത്തോളം ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാറ്റിനും അവസാനം അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കാൻ പോകുന്നത് ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചവരായിരുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെയും മറുലോകത്തിൻ്റെയും അധിപനായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ യാഥാർത്ഥ്യമല്ലാത്തത് പ്രഖ്യാപിച്ചുകൊണ്ട് രക്ഷപ്പെടാം എന്ന് നമുക്ക് എവിടെയെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത വൃഥ, നമ്മളെ വഴിതെറ്റിക്കുന്ന ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മുഅ്മിനായി കൊണ്ട് നിന്നു മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തൊരാൾക്കത് സാധ്യമാവില്ല. നമുക്കൊക്കെ അറിയാം, മുഅ്മിൻ എന്ന പദം ഈമാനിൽ നിന്നും, ഈമാൻ എന്ന പദം അമ്നിൽ എന്ന മസ്ദറിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. അമ്ന് എന്ന അറബി പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദവും, അതിൽ നിന്നാണ് ഈമാനുള്ള ആളുകൾ എന്ന അർത്ഥത്തിൽ മുഅ്മിനുകൾ എന്ന പദവും വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാഹചര്യം പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും വേണ്ട പോലെ പലപ്പോഴും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ അമ്ന് എന്ന പദത്തിന് നേർക്ക് നേരെ വിശ്വാസം എന്ന അർത്ഥമില്ല. അറബി, നിങ്ങൾ ലിസാനുൽ അറബിയോ മറ്റോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം എന്ന് നേർക്ക് നേരെ അമ്ന് എന്നതിന് അർത്ഥം പറയുന്നില്ല. അർത്ഥം പറയുന്നത് ഏറ്റവും ഈ വിശ്വാസവുമായിട്ട് ബന്ധിപ്പിക്കാവുന്നത് നിർഭയത്വം എന്ന അർത്ഥമാണ് അമ്നിന് പറയുന്നത്. അപ്പോൾ അമ്ന് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായ മുഅ്മിൻ എന്നതിൻ്റെ അർത്ഥം നിർഭയത്വം നേടിയവൻ എന്നതാണ് നേർക്ക് നേരെ നമ്മൾ പറഞ്ഞാലുള്ള അർത്ഥം. മലയാള ഭാഷയുടെ പരിമിതി കാരണം വിശ്വാസം എന്ന ഒരു വാക്കുപയോഗിച്ച് നമ്മൾ അതിനെ പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് എനിക്ക് പോവാൻ 1 മണിക്കൂർ ആവും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വേറൊരാൾ പറയുന്നു, അല്ല ഇപ്പോൾ ഹൈവേക്ക് നല്ല ഉഷാറായിട്ടുണ്ട്, ഒരു 40 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വിശ്വാസത്തെ തിരുത്താൻ ഹൈവേ റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന തെളിവ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ സമർത്ഥിക്കുന്നു. ആ തെളിവനുസരിച്ച് ഞാനത് സ്വീകരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? 1 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റാതിരുന്നു എന്ന എൻ്റെ വിശ്വാസത്തെ മാറി ഞാൻ 40 മിനിറ്റ് എത്താവുന്ന വിശ്വാസത്തിലേക്ക് മാറി. അങ്ങനെയുള്ളതാണോ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം? അങ്ങനെയുള്ളതാണെങ്കിൽ പ്രശ്നമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റി സ്ഥാപിക്കാൻ സാധ്യമാവുന്നതാണ് അള്ളാഹുവിലും അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളിലുമുള്ള വിശ്വാസം എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസം ആവില്ല. കാരണം ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, പ്രവാചകന്മാരുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരാ. ഈ ആളുകളിലും ഇത് കൂടാണ്ട് മറ്റു കാര്യങ്ങൾ എന്തായാലും പരലോകമായാലും ഖദറിലുള്ള വിശ്വാസം ഇതൊക്കെ ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചതുകൊണ്ട് മുഅ്മിനാവില്ല. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണെന്നും അതനുസരിച്ചേ ഞാൻ ജീവിക്കുമെന്നോ ഉറപ്പിച്ചാൽ മാത്രമേ വിശ്വാസമാവുകയുള്ളൂ. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടാവേണ്ടത് ചില ഉറപ്പുകളാണ്. ആ ഉറപ്പുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ. അള്ളാഹു നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ് വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടതല്ല. വിശ്വസിക്കാൻ പറഞ്ഞതിൻ്റെ കൂടെ വിശ്വസിച്ചവരെങ്ങനെ ഇരിക്കും എന്നുകൂടി അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കാനാണ്, ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇതിൽ പെടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഖുർആനിലും കൂടാതെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. വിശ്വാസികളുമായിട്ട് ബന്ധിപ്പിച്ച ഹദീസുകൾ ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ
ആ രീതിയിൽ നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വിശ്വാസികളിൽ പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കാം. മറ്റൊരാളുടെ വിശ്വാസം ചെക്ക് ചെയ്ത് ഉറപ്പിക്കേണ്ട പണി നമ്മളതല്ല, അത് അള്ളാൻ്റെ പണിയാണ്. അത് അള്ളെടുത്തോളൂ. സാധാരണ നടക്കുക മറ്റോരെ മുഅ്മിനാക്കാനും മുസ്ലിമാക്കാനും കാഫറാക്കാനും മുശ്രിക്കാക്കാനും വല്ലാതെ താല്പര്യം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അങ്ങനെ ഒരു പണി പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് പടച്ചോൻ നേരിട്ട് ഏറ്റെടുത്ത പണി, അത് പടച്ചോൻ ചെയ്തോളും. അവിടേക്ക് നമ്മൾ കയറിയിട്ട് ആ പണി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. അങ്ങനെയുള്ള ആളുകൾ തിരിച്ച് ഏതിലാണോ മറ്റുള്ളവരെ പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ പോയി പെടും എന്നതാണ് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഖുർആനുമായി ബന്ധിപ്പിച്ച് ഞാനിവിടെ മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ആയത്താണ്. ഈ ആയത്തുകൾ ഇത് കൂടാതെ ഖുർആനിൽ വേറെ 2 സ്ഥലങ്ങളിലും കൂടി ഇന്നമൽ മുഅ്മിനൂന അല്ലദീന എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ ഒന്ന് ഞാനിപ്പോൾ ഓതി വെച്ച സൂറത്തുൽ അൻഫാലിൽ കാണാം, പിന്നെ നിങ്ങൾക്ക് സൂറത്തുൽ നൂറിൽ കാണാം, പിന്നെ നിങ്ങൾക്ക് സൂറത്തുൽ ഹുജറാത്തിൽ കാണാം. ഈ 3 സ്ഥലങ്ങളിലാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന എന്ന് പറഞ്ഞ്, അതായത് മുഅ്മിനുകൾ എന്നവർ അല്ലദീന അവർ ഇപ്രകാരമായിരിക്കും എന്ന വിശദീകരണമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വിശദീകരണം അനുസരിച്ച് വേണം ഞാനും നിങ്ങളും അതിൽ പെടാൻ. അതിൽ സൂറത്തുൽ നൂറിൽ പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിച്ച ആയത്താണ്. ആ ആയത്തിലേക്ക് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് 2 ഭാഗങ്ങളിൽ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യേണ്ട പണി. എന്താണ് അള്ളാഹ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹ് പറയാണ് മുഅ്മിനുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു, അവർ അള്ളാഹുവിനെ അവരുടെ മുന്നിൽ സ്മരിക്കപ്പെട്ടാൽ, സ്വയം സ്മരിക്കണം എന്നില്ല കേട്ടോ, എൻ്റെ മുന്നിൽ വേറൊരാൾ അള്ളാഹുവിനെ പറ്റി സംസാരിച്ചാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നെടുങ്ങി വിറക്കുന്ന. അള്ളാഹിനെ പറ്റി കേട്ടിട്ട് നമ്മളെ ഹൃദയം എപ്പോഴേലും നെടുങ്ങി വിറച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹിനെ പറ്റി നമ്മൾ പലതും കേൾക്കാറില്ലേ, അല്ലെ പലതും ചിന്തിക്കാറില്ലേ, പലതും വായിക്കാറില്ലേ? ഖുർആനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ 99 അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ നമ്മൾ 99 ഒന്നല്ലാന്നാ, കുറേ ഉണ്ട് വീണ്ടും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹുവിനെ സ്മരിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നെടുങ്ങുന്നത് പോകട്ടെ, ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം അള്ളാഹിനെ പറ്റി പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാവാറുണ്ടോ? എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ, ഇത് ഇന്നെപ്പറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം. വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്വഹാബിമാരുടെയൊക്കെ നമസ്കാരത്തിലൊക്കെ അള്ളാഹിൻ്റെ പേര് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ബോധം കെട്ട് വീഴുന്ന ലെവലിലേക്കൊക്കെ പോയ ഒരാൾ, ഹസൻ റളിയല്ലാഹുവിൻ്റെ മകനായിരുന്ന സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹസൻ, അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒതു കൊടുത്തിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ വർണ്ണം അങ്ങ് മാറും, ചുമന്ന കളറാവുന്ന, എന്തോ കണ്ട് പേടിച്ച പോലെ. അപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റി നിങ്ങൾക്ക് സൈനുൽ ആബിദീൻ? ഇപ്പം പറയും ഞാൻ ആരം മുന്നിക്കപ്പി പോകണമെന്നൊരു നിങ്ങൾക്ക് ഒതു കൊടുത്തിട്ട്. ഇതാണ് ആ ഒതു മുമ്പിനെ അള്ളാഹിനെ ഓർമ്മിപ്പിക്കുക, ഹൃദയം നെടുങ്ങി വിറക്കുക. എപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനെ പറ്റി കേൾക്കാറുണ്ട്, നമ്മൾ വായിക്കാറുണ്ട്, ഉണ്ടാവാറുണ്ടോ? ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ പ്രശ്നം എന്നറിയോ? അള്ളാഹിനെ പറ്റി വേണ്ട പോലെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാ ഖദറുല്ലാഹി ഹഖ്ക ഖദരിഹി, അള്ളാഹ് ഖുർആനിൽ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ അവർ വേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ്. കണക്കാക്കേണ്ട പോലെ അള്ളാഹിനെ കണക്കാക്കാത്തത് കൊണ്ടാണ് അള്ളാഹിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവാതെ വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്, ഒന്നാമത്തെ അടയാളം പറയുന്നത്. 2-ാമത്തെ അടയാളം പറയുന്നത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അതായത് ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഈമാൻ ഉള്ളവരെ പറ്റിയിട്ടാണ്, ഈമാൻ ഇല്ലാത്തവരെ പറ്റിയില്ല. ഒന്നാമത്തത് പറഞ്ഞത് അള്ളാഹിനെ ഓർമ്മിച്ചാൽ ഹൃദയം നെടുങ്ങി വിറക്കും. 2-ാമത്തത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ആയത്ത് എന്ന് പറയുന്ന ഖുർആനിലുള്ള ആയത്തുകളാവാം,
നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ദുനിയാവിൽ നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചതായിട്ടുള്ളതാണ് നമ്മൾ കാണുന്നതെല്ലാം. എല്ലാം അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതൊക്കെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ, നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ടൊരു സൂര്യോദയം കാണുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം എന്നായി പറഞ്ഞ്. രാവിലെ എഴുന്നേറ്റ് ഇന്നെല്ലാവരും അൽക്കഹഫ് ഓതിയിട്ടുണ്ടാവും. അപ്പം അൽക്കഹഫ് ഓതുന്നതിൻ്റെ മുമ്പും ഈ ആയത്തുകൾ അൽക്കഹഫിലൂടെ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ശരിക്കും നെടുങ്ങി വിറക്കുക തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ശിക്ഷകളെ സംബന്ധിച്ചൊക്കെ ചില സ്ഥലത്ത് പറയുന്നുണ്ട്. ഉരുക്കിയ ലോഹം ഒഴിക്കപ്പെടുന്ന വായിലേക്ക് ദാഹിക്കുമ്പോൾ നരകത്തിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത വർദ്ധിക്കുകയും നമുക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ വർദ്ധിക്കുന്നതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത വർദ്ധിക്കുക, അള്ളാഹുവിനെ പറ്റിയുള്ള സംസാരം വർദ്ധിക്കുക, അള്ളാഹുവിൻ്റെ കലാമിനോട് കൂടുതൽ അടുപ്പുണ്ടാവുക. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനം. അത് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വ അലാ റബ്ബിഹിം യതവക്കലൂൻ. ആയത്ത് അവസാനിക്കുന്ന അങ്ങനെ അള്ളാഹുവിലാണ്, വ അലാ റബ്ബിഹിം അവരുടെ നാഥനിലാണ് അവർ തവക്കുൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യത്തെ വാക്ക് മനസ്സിലായി, ഹൃദയം നടുങ്ങി വിറക്കുന്നു. രണ്ടാമത്തത് ഈമാൻ വർദ്ധിക്കും ആയത്ത് കേട്ടാൽ മനസ്സിലായി. മൂന്നാമത്തേത് പറഞ്ഞെന്ന് വെച്ചാൽ ആ ആളുകൾ, ഈമാനുള്ള ആളുകളുടെ ലക്ഷണം എന്ന് പറയുന്നത്, അവർക്കുണ്ടാവേണ്ട ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ തവക്കുൽ റബ്ബിലായിരിക്കുന്ന, എൻ്റെ നാഥനിലായിരിക്കും എൻ്റെ തവക്കുൽ. എന്തായി തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാക്ക് ഉപയോഗിക്കുന്ന വക്കീൽ എന്നാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അത് ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ തവക്കുൽ. അതായത് ഒരാളെ ഭരമേൽപ്പിക്കുക. വക്കീലിനെ നമ്മൾ എന്താ ചെയ്യുക? കേസ് നമ്മൾ അദ്ദേഹത്തെ പൂർണ്ണമായി ഏൽപ്പിക്കുക. കോടതിയിൽ പോയി നമ്മൾ വാദിക്കൂല. അതുപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഇതാണ് തവക്കുൽ. അതെങ്ങനെയാണ് തവക്കുൽ ചെയ്യുക? നമ്മൾ എന്താണ് തവക്കുൽ ചെയ്യേണ്ട രീതി? എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടിക്ക് വയ്യാതായി, നമ്മളെ മക്കൾ ഭയങ്കര പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ച്. മക്കൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും വാപ്പാക്കും ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല. കുട്ടിക്ക് നല്ല പനി വന്നു എന്ന് കൂട്ടുക. പനി വന്ന് കുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, പനി മാറുന്നില്ല. അടുത്ത ഹോസ്പിറ്റലിൽ വീണ്ടും കാണിച്ചു, അപ്പോഴും മാറുന്നില്ല. അതിനേക്കാൾ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെത്തി, അവിടെയും കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറയാണ് കുട്ടിക്ക് കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ, ICUലേക്ക് മാറ്റണം. പടച്ചോനെ വിളിച്ചു വിളിയും. അപ്പം നമ്മൾ വിളിക്കും പടച്ചോനെ. ഇത് തവക്കുലല്ല, ഇത് മുട്ടാപോക്ക. ഒരു രക്ഷയില്ല, എന്നാ ഇനി പടത്തോൻ്റെ അടുത്തേക്ക് പോവുക. അതല്ല തവക്കുൽ. തവക്കുൽ ഒന്നാം തീയതി തുടങ്ങണം. കുട്ടിക്ക് പനി വന്ന സമയത്ത് തുടങ്ങണം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറയും. അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളുടെ തവക്കുൽ ആരംഭിക്കണം. ആ തവക്കുൽ നമ്മൾ ആ രീതിയിൽ ആരംഭിച്ചാൽ മാത്രമേ അവസാന നിമിഷത്തെ തവക്കുലിന് അള്ളാൻ്റെ അടുത്ത് നമുക്ക് സഹായം കിട്ടുള്ളൂ. അങ്ങനെയുള്ള തവക്കുൽ, അങ്ങനെയുള്ള ഭരമേൽപ്പിക്കലിനാണ് തവക്കുൽ എന്ന് ഖുർആൻ പ്രതിപാദിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാറുണ്ടോ? എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ അള്ളാഹ് എല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവനാണെന്ന്. പിന്നെ എന്തിനാ നമ്മൾ അള്ളാഹിനെ ഇത് ഏൽപ്പിക്കാതിരിക്കുന്നത്? അതിൻ്റെ പലപ്പോഴും കാരണം എന്താണെന്നറിയോ? അള്ളാഹിനെ നമുക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിനെ കേട്ടാൽ ഇടുങ്ങി വിറക്കൂല, ആയത്തുകൾ കണ്ടാൽ പലപ്പോഴും നമുക്കതുകൊണ്ട് ഈമാൻ. അതിൻ്റെ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളുടെ ഓർമ്മ ലൈവല്ല. അള്ളാഹ് നമ്മളുടെ ലൈവ് മെമ്മറിയിൽ ഉണ്ടാവേണ്ടതാണ്. അതായത് എപ്പോഴും ഉണർന്നിരിക്കുന്ന മെമ്മറിയിൽ ഒരാൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ അയാളുടെ ഓർമ്മയിൽ അള്ളാഹ് ഉണ്ടാവും. എന്തൊരു വിഷയം വന്നാലും ആദ്യം അള്ളാഹുവിലേക്ക് തിരിയാനുള്ള മനസ്സ് എങ്കിലേ ഉണ്ടാവുള്ളൂ. ഈ തവക്കുലായിട്ട് ബന്ധിപ്പിച്ച് 2 ഉദാഹരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്തുദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഒരുപക്ഷെ ഏറ്റവും പരീക്ഷിപ്പിക്കപ്പെട്ട നബിമാരിൽ ഒരാളാണ് മൂസ അലൈഹി ഇസ്ലാം. ഫിറൗനിനെ പോലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭരണാധികാരി. നമുക്ക് ഇന്നൊന്നും കാണുന്ന ഭരണാധികാരികളെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയും. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ആ നാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ തീരുമാനിച്ച ഭരണാധികാരിയാണ്. അങ്ങനത്തെ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ പോയി നിന്നിട്ടാണ് തൗഹീദ് പ്രസംഗിക്കുന്നത്.
അങ്ങനത്തെ മൂസാ നബിയെ സംബന്ധിച്ച് അള്ളാഹ് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളും കൊണ്ട് മൂസാ നബി ഇറങ്ങിച്ചെന്നിട്ട് എന്താ സംഭവിക്കണത്? ഒരു ദിവസം പെട്ടെന്ന് അള്ളാഹ് പറയാണ്, പുറപ്പെട്ടു പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. അങ്ങനെ പുറപ്പെട്ടു പോയ സമയത്ത് നമുക്കറിയുന്ന കഥയാണത്, ചരിത്രമാണ്. ചെങ്കടലിൻ്റെ മുന്നിൽ പോയി മൂസാ നബി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മൂസാ നബിയുടെ കൂടെയുള്ളത് ഇസ്രായേലിയരാണ്. നമുക്കറിയാലോ, ഇസ്രായേലിയർ അന്നും ഇന്നും സ്വഭാവത്തിൽ കാര്യമായ ഒരു മാറ്റമില്ലാത്ത വിഭാഗമാണ്. മൂസാ നബിയുടെ കൂടെ കൂടിയിട്ട് പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയ ഒരു വിഭാഗത്തെ സംബന്ധിച്ച്, ഒരു നബിയുടെ കൂടെ ഇരുന്നു കൊണ്ട്, ഹറൂൻ അലൈഹി ഇസ്ലാം കൂടെ ഉണ്ട്, മൂസ അലൈഹി ഇസ്ലാം മാത്രമേ ഗ്രന്ഥം വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ. ആ സമയത്ത് പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയ വിഭാഗമാണ് ഇസ്രായേൽ. അതിൽപ്പെട്ട ആളുകൾ നബിനോട് പറഞ്ഞു, മൂസാ നബിനോട് പറഞ്ഞ ഒരു വർത്താനുണ്ട്. ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അവർ പിന്നിൽ സൈന്യത്തെ കണ്ടു, മുന്നിൽ ചെങ്കടലും കണ്ടു. എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെന്താ പറഞ്ഞ? ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല, ഫിർഔന്റെ പട നമ്മളെ പിടിച്ചു കഴിഞ്ഞു, ഇനി ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, മൂസ നമ്മളെ പറ്റിക്കുക ചെയ്ത്. ഇതായിരുന്നു അവരുടെ വാദം. മൂസാ നബി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. അവിടെയാണ് നമ്മൾ തവക്കുൽ മനസ്സിലാക്കേണ്ടത്. കാല, മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, കല്ലാ, അങ്ങനെയില്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട്. സയഹ്ദീൻ, എന്നെ രക്ഷിക്കൂന്നല്ലട്ടോ പറയുന്നത്. അതാണ് ഖുർആന്റെ വാക്കുകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ തന്നെ എൻ്റെ നാഥനുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് നേർമാർഗം കാണിക്കുക തന്നെ ചെയ്യും എന്നാ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുന്നിൽ ചെങ്കടലും പിന്നിൽ ഒരു സൈന്യം നിൽക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ തവക്കുലിൻ്റെ ഒരു ആഴമൊന്ന് മനസ്സിലാക്കി നോക്കൂ. അള്ളാഹ് രക്ഷിക്കും എന്ന ഉറപ്പിലാണത്. അതിനെന്ത് വേണം? അള്ളാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു, പുറപ്പെടണം. പുറപ്പെട്ടിട്ട് ചെങ്കടലിന് മുന്നിൽ പോയി നിൽക്കണം. പോയി നിന്നാൽ മാത്രം പോരാ, കയ്യിലാ വടിയുണ്ടാവണം. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത്. എന്നാൽ പിന്നെ അള്ളാഹ്ക്ക് ഈ മൂസാ നബിനെ അവിടുന്നാണ്ട് നേരെ രക്ഷിച്ച് അപ്പുറം കൊണ്ടാക്കി കൊടുത്തു. അത് അള്ളാഹ്ക്ക് പറ്റാത്ത പണിയല്ലല്ലോ, അള്ളാഹ്ക്ക് പറ്റുന്ന പണി തന്നെയാണത്. അള്ളാഹുവിനെ കൊണ്ട് കഴിയും. അതുപോലെ രക്ഷിച്ച ചരിത്രമില്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം തീയിൽ വീണ സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ പറ്റൂല, അള്ളാഹ് നേരിട്ട് ചെയ്യട്ടെ കാര്യങ്ങൾ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയണത്. അപ്പോഴാണ് കുൽനായാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് തീയിനെ തണുപ്പാക്കുന്നത്. ഒരു മലക്കിനെ ഇടപെടാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ നമ്മൾ ഈ രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, ഇവരെയും കൊണ്ട് ചെങ്കട് കയറി യാത്ര ചെയ്തു, അവിടെ ചെന്ന് നിന്ന്. എന്നിട്ടോ എന്നാ ചെന്ന് നിന്നു, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്നൊക്കെ പറഞ്ഞ ആളല്ലേ. എന്നാ പിന്നെ ചെങ്കടലാണ് അപ്പം തന്നെ പിളർത്തി കൊടുത്താൽ പോരെ? ഇല്ല, അടിക്കുന്നെൻ്റെ വടിയുണ്ട് എന്ന്. അതെന്താണ് അത് കാണിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കുറേ പണികളുണ്ട്. അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട്, ആ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അള്ളാഹുവിനോട് ആ തവക്കുലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കാൻ. ആ തവക്കുലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹായം ചോദിക്കണമെങ്കിൽ, അർഹരാവണമെങ്കിൽ തവക്കുൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം മുതലേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. ഇതൊരു ഉദാഹരണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ മതി, ഇവർക്ക് അവരുടെ മുട്ടുകാൽ വരെ കാണാം. അകത്തിരിക്കുന്ന നബിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അവരെ മുട്ടുകാൽ വരെ കാണാം അകത്തിരുന്നുകൊണ്ട്. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണും നബിയെ. അപ്പൊ പറയുന്നതാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹ് ഇത് സൂറത്തു തൗബയിൽ ഈ ഒരു വലിയൊരു ആഴത്തിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് തവക്കുൽ. അപ്പോൾ എന്താ നബി ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കൂ. നബി വീട്ടിൽ നിന്ന് ഇറങ്ങി, തവക്കുലിൻ്റെ മുമ്പൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നബി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സൗർ ഗുഹയിൽ നിന്ന് രക്ഷിച്ച നബിയെ രക്ഷിച്ച അള്ളാഹ്ക്ക് സൗർ ഗുഹയിലൊന്നും കയറാതെ തന്നെ നബിയെ മദീനത്തെത്തിക്കാം. കാരണം ഇതേ നബിയെയാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് 7ാം ആകാശം വരെ അള്ളാഹ് ഉയർത്തിക്കൊണ്ടേത്. അതേ അള്ളാഹ് തന്നെയല്ലേ ഇത്. പക്ഷെ നബിയും അബൂബക്കർ റളിയല്ലാഹു ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നേറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുക എന്ന് പറയും. അതല്ലാതെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചടഞ്ഞിരുന്നിട്ട് ഞാനൊക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുണ്ട്, ഒക്കെ അള്ളാഹ് നോക്കിക്കോളും, അങ്ങനെ ഒരു തവക്കുലില്ല.
എല്ലാം കഴിഞ്ഞ് വഴിമുട്ടുന്ന സമയത്ത് ഇനി അള്ള വരട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു തവക്കുലില്ല. തവക്കുൽ എന്ന് പറയുന്നത് പ്രവൃത്തികളോട് കൂടി തന്നെ പൂർണ്ണമായും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്ന ചിന്ത നമ്മളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തവക്കുലില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ അങ്ങനെ കാണുക, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഞാൻ ചെയ്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു, എൻ്റെ പ്രവർത്തനം കൊണ്ട് പരിഹരിച്ചു. നമ്മൾക്ക് പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ. തവക്കുൽ ചെയ്താൽ റിസൾട്ട് തരേണ്ട പണി അല്ലാഹ്. ഒരേ കച്ചവടം രണ്ടാൾക്കാർ ചെയ്യും ഒരേ സ്ഥലത്ത്, ഒരാൾ വിജയിക്കും, ഒരാൾ പരാജയപ്പെടും. എന്നാലോചിച്ച് നോക്കൂ, രണ്ടാളും ഒരേ കച്ചവടം ചെയ്ത് രണ്ടാളും വിജയിക്കണ്ടേ? അവിടെയാണ് നമ്മൾ പറയുന്നത് ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തു. അങ്ങനെയല്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി തരേണ്ട പണി അള്ളാഹ് ഏറ്റെടുക്കും. അതാണ് തവക്കുലിൻ്റെ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ അല്ല ഞാൻ രക്ഷപ്പെട്ടത്. അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്ത് പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗം മുഴുവൻ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ഇറങ്ങി. ഇതാണ് തവക്കുൽ. ഒട്ടകത്തെ കിട്ടിയിട്ടിട്ട് അള്ളാഹുവിൽ പരമേൽപ്പിക്കാനാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് തവക്കുൽ. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ തവക്കുലുണ്ടോ? ഇപ്പം ഞാൻ ഇത്രയും വിശദീകരിച്ചത് തിരിച്ച് അതിലേക്ക് പോകാനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന് പറയുന്ന ആ രീതിയിലുള്ള തവക്കുൽ നമ്മളുടെ ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് അള്ളാഹ് നമ്മളെ ഈമാനുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമുക്കൊക്കെ അറിയാം, അവർ നമസ്കാരം നിലനിർത്തും. നമസ്കാരം നിലനിർത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. അത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തുമായിട്ട് ബന്ധിപ്പിച്ച് അള്ളാഹ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് അതിനൊന്നുകൂടി എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെങ്ങനെയുള്ളവരായിരിക്കും? ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇത് അള്ളാഹിൻ്റെ സർട്ടിഫിക്കറ്റ് ആട്ടോ. ഇത് അള്ളാഹ് തരുന്ന സർട്ടിഫിക്കറ്റാണ്. ഈ സർട്ടിഫിക്കറ്റാണ് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറൊന്നിനെ പറ്റിയിട്ടും ആലോചിച്ച് ബേജാറാവേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ടത് ലഹും ദറജാത്തും ഇൻദ റബ്ബിഹിം മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. ഇത്രയും കാര്യങ്ങളാണ്. അവർക്ക് നല്ല മഗ്ഫിറത്ത് ഉണ്ടാവും, നാളെ റിസ്ഖാണ് ഉണ്ടാവും എന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈമാൻ ഉറപ്പിക്കണം. ഈമാൻ ഉറപ്പിക്കണമെങ്കിൽ ഇപ്പോൾ അള്ളാഹ് പറഞ്ഞ ക്വാളിറ്റി ഒക്കെ നമ്മളിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കണം. ഇത് കൂടാണ്ട് അള്ളാഹ് പിന്നെ സൂറത്തുൽ ഹുജറാത്തിലാണ് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്തൊക്കെ കാണാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ ഈമാനുള്ള മുഅ്മിനുകളാണ്. ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ലം യർതാബു, പിന്നെ അവർ സംശയിക്കൂല. എന്ത് സംശയിക്കൂല? വിശ്വാസത്തിൽ സംശയിക്കൂല എന്നല്ല പറഞ്ഞത്. പിന്നെ അവരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ സംശയിക്കൂല. എന്താ പ്രവർത്തനങ്ങളിൽ സംശയിക്കാത്തത്? ഞാൻ എന്ത് ചെയ്യാൻ പോകുമ്പോഴും പിന്നെ ഞാൻ ചിന്തിക്കുക, ഇത് അള്ളാഹ് അനുവദിച്ചതാണോ റസൂൽ അനുവദിച്ചതാണോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ നോക്കാറുണ്ട്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ രണ്ടേ ചിന്ത. ഇത് അള്ളാഹ് അനുവദിച്ചിട്ടുണ്ടോ? സുന്നത്തിൽ എനിക്കിതിന് മാതൃകയുണ്ടോ? ഈ രണ്ട് ചിന്ത ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് മുഅ്മിനുകളായിട്ടുള്ള ആളുകൾക്ക്. ഈ രണ്ട് ചിന്ത നമ്മളെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മളിൽ വരുന്നുണ്ടോ എന്നത് നമ്മളുടെ ഈമാനിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന മാർഗ്ഗം. ഇത് കൂടാണ്ട് ഒരു ഹദീസും കൂടി ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ പറയാം. നമുക്ക് സാധാരണ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിവായത്ത് ഹദീസ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി വഇല്ലം യസ്തതി ബിലിസാനിഹി വഇല്ലം യസ്തതി ബിഖൽബിഹി ദാലിക അദ്അഫു ഈമാൻ. ഈ ഹദീസ് സാധാരണങ്ങൾ ഉദ്ധരിക്കാൻ കാണുക തെറ്റുകൾ കാണുമ്പോൾ തടയാൻ നിർദ്ദേശിക്കാനുള്ള ഹദീസായിട്ടാണ് ഇത് കാണുക. പക്ഷേ ഈ ഹദീസിൻ്റെ ഒരു വാലറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാലിക അദ്അഫു ഈമാൻ എന്നാണ് പറഞ്ഞത്. അതായത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളൊരു മുൻകർ കണ്ടു കഴിഞ്ഞാൽ ആ മുൻകർ നിങ്ങൾ കൈകൊണ്ട് തടയണം, പറ്റില്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം, അതും പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. ദാലിക അദ്അഫു ഈമാൻ. ഏറ്റവും ദുർബലമായ ഈമാനാണ് ഈ പറഞ്ഞ വെറും മനസ്സുകൊണ്ട് വെറുത്തിട്ട് പോരുക എന്ന് പറയുന്ന പണി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മുന്നിൽ തെറ്റ് കാണുമ്പോൾ നമ്മളെ നിലപാടെന്താ? ജീവിതത്തിൽ പല ആളുകളും തെറ്റ് ചെയ്യുന്നത് കാണും, പല തെറ്റുകളും നമ്മൾ തന്നെ ചെയ്യും, പല തെറ്റുകൾ ചെയ്യുന്നത് കാണും ചെയ്യും. നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക?
ചെയ്യുന്നത് അമ്മാമനാണെങ്കിൽ എന്നാൽ പിന്നെ മൂപ്പരല്ലേ, ഞാൻ ഇപ്പം എന്താ പറയാ, ഇതല്ലേ നമ്മളെ നിലപാട്. ചെയ്യുന്നത് അമ്മായി ആണെങ്കിൽ വാപ്പയാണ്, എന്താ ഇപ്പോൾ മൂപ്പരോട് ഞാൻ അതിനെപ്പറ്റി പറയാം. മുൻകർ നടക്കണുണ്ട് എന്ന് നമുക്കറിയാം, ചെയ്യണത് വാപ്പയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ മുൻകർ കണ്ടാൽ ആരെടുത്ത് കണ്ടാൽ എന്നല്ല, മുൻകർ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം. സ്വന്തം ആൾക്കാർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, സ്വന്തം വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കയ്യിൽ മുൻകർ കാണുമ്പോൾ എന്താ നമ്മളെ നിലപാട്? അങ്ങനെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈമാനിൻ്റെ നിലവാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് ഈ ഹദീസുമായിട്ടൊക്കെ പറഞ്ഞു തന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ഇത് വേറൊരാൾക്ക് വേണ്ടി കൊടുത്തതല്ല ഈ ഹദീസൊന്നും. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം എൻ്റെ ഈമാനിനെ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. എൻ്റെ ഈമാൻ എത്രത്തോളം ഉണ്ട് എന്നത് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. ഒരു 3 ചെറിയ ടെസ്റ്റുകളും കൂടി ഇതുമായിട്ട് ബന്ധിപ്പിച്ച് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത്, എൻ്റെ ഈമാനിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ നേർക്ക് നേരെ 3 വഴികൾ. ഒരുപാട് വഴികളുണ്ട്. 3 വഴികൾ വളരെ വിശദമായിട്ട് തഫ്സീറുകളിലും മറ്റ് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന്, നമ്മൾ ഒറ്റക്കാവുമ്പോൾ ആരും അറിയാത്ത സമയത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒറ്റക്കാവുമ്പോൾ, ഞാനും അള്ളയും മാത്രം, അവിടെ അള്ളുണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക. ആ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പോസിറ്റീവ് മാർക്ക് തരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈമാൻ ശക്തമാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും എന്നതാണ്. ഇതാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറ്റൊരാളെ മരണവാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി ചെല്ലാൻ വളരെ എളുപ്പമാണ്. എൻ്റെ സ്വന്തം കച്ചവടം പൊട്ടിപ്പോയി എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി ചെല്ലൽ എളുപ്പമാവില്ല. അതാണ് പറഞ്ഞത്. മുസീബത്ത് വന്നാൽ എന്നാണ് പറഞ്ഞത്. ആയത്ത് നിങ്ങൾക്ക് അറിയാലോ, സൂറത്തുൽ ബഖറയിലാണ്, വലിയ ആയത്താണ്. വലനബുലുവന്നകും ശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിർ. ആ ആയത്തിനെ തുടർന്നാണ് വഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കടുത്ത ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ വന്നാൽ എടുത്തു ചാടുന്നവരാണ് നമ്മളെല്ലാവരും. ആ എടുത്തു ചാട്ടം നമ്മളുടെ ഈമാനിൻ്റെ പോരായ്മയായിട്ടാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിനകത്തുള്ള നമ്മളുടെ സ്വഭാവം എന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യയുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, പുറത്ത് 5 മിനിറ്റ് നിങ്ങളുമായിട്ട് സാഹസിക്കുമ്പോൾ ചിരിച്ചു വളരെ മാന്യനാവാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടഞ്ഞ ഡോറിനകത്ത് ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും അതുപോലെ ആവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതാണ് മൂന്നാമത്തത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് വീടിനകത്ത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളോട് എൻ്റെ പെരുമാറ്റം നല്ലതാണെങ്കിൽ എന്നിലെ ഈമാൻ ശക്തമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈമാനിൽ പോരായ്മകളുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലാണ് ഈമാനുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് കാര്യങ്ങൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തരുന്നത്. ആ രീതിയിൽ നമ്മളുടെ ഈമാനിനെ ശക്തമാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അജ്മഈൻ.